നമസ്കാരം സുഹൃത്തുക്കളെ, ടറോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ സ്ക്രീനിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. നീ എന്തിനാണ് എന്നോട് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? നീ എന്നെ വെറുത്തോ? ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെയും ഈ വായന കാണുവാനായി ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ നിശബ്ദത ഈ വ്യക്തിയെ നല്ല രീതിയിൽ തന്നെ തകർക്കുന്നുണ്ട്. ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും മനസ്സമാധാനത്തോടു കൂടി കിടന്നുറങ്ങുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള കാര്യം. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കത്തിന് വേണ്ടി ഈ വ്യക്തി താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിക്ക് എല്ലാമായ നിങ്ങളെ കുറച്ചു കാലഘട്ടത്തേക്ക് വേർപിരിയേണ്ടി വന്നതിന് ഈ വ്യക്തിക്ക് നല്ല രീതിയിലുള്ള സങ്കടമുണ്ട്. എങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങളുമായി ഒരുമിച്ച് മുന്നേറാൻ തന്നെയാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി എന്ത് കാര്യത്തിനും നല്ല രീതിയിൽ തന്നെ ത്യജിക്കാൻ ഉള്ള മനോഭാവത്തോടു കൂടിയാണ് ഈ വ്യക്തി നിൽക്കുന്നത്. നമുക്കിവിടെ ഗബ്രിയേൽ മാലാഖയുടെ സാന്നിധ്യമാണ് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെയധികം പെട്ടെന്നുണ്ടാകുന്ന റിസൾട്ട്, പെട്ടെന്നുണ്ടാകുന്ന ഭാവമാറ്റം, വളരെ പെട്ടെന്നുണ്ടാകുന്ന ആശയവിനിമയം, അതായത് കമ്മ്യൂണിക്കേഷൻ, അതിവിടെ ലഭ്യമാകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തി നിങ്ങളുമായി മനസ്സ് തുറന്ന് സംസാരിക്കാൻ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുവാനോ മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കുവാനോ വേണ്ടിയിട്ടല്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ പ്രധാനപ്പെട്ട എന്തൊക്കെയോ വിശദാംശങ്ങൾ, അറിയിപ്പുകൾ നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയാണ് ഈ വ്യക്തി വരുന്നത്. അതിലൂടെ ഒരുപാട് തിരിച്ചറിവുകളും ഒരുപാട് മാറ്റങ്ങളും ഈ ഒരു പ്രണയബന്ധത്തിൽ ഉണ്ടായിത്തീരും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇവിടെ പലതരത്തിലുള്ള ചില അത്യപൂർവമായിട്ടുള്ള അല്ലെങ്കിൽ മറഞ്ഞു കിടക്കുന്ന ചില നെഗറ്റീവ് എനർജീസിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതായത് നെഗറ്റീവായിട്ടുള്ള ഊർജങ്ങൾ. ആ ഒരു ഊർജങ്ങൾ നിങ്ങളുടെ പ്രണയബന്ധത്തിൽ മറഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം. അതുകൊണ്ട് തന്നെ അതിനെ വലിച്ചെടുത്തുകൊണ്ട് പുറത്തേക്ക് കളയുവാനാണ് നിങ്ങളുടെ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മറ്റുള്ളവരുടെ പ്രാർത്ഥനയാകാം, അല്ലെങ്കിൽ കൂടോത്ര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാകാം. നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കരുത് എന്ന് മനസ്സിൽ ആത്മാർത്ഥമായി വിചാരിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനോട് എതിരായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന മറ്റേതെങ്കിലും വ്യക്തികളാകാം. ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു നെഗറ്റീവ് എനർജീനെ കാണാൻ സാധിക്കുന്നത്. ഇത്രയും നെഗറ്റീവായിട്ടുള്ള ഊർജത്തെ കാണുന്നത് കൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്കിടയിൽ ചില സമയങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും മനസമാധാനമായി ഇത് സ്വസ്ഥമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. അതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുള്ള മാറ്റങ്ങൾക്കും വിധേയമാകാനാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ രണ്ടുപേരും പരസ്പരം കലഹിക്കുന്നുണ്ടാകാം, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാകാം. നിങ്ങൾക്കിടയിൽ അനാവശ്യമായി ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ടാകാം. അത് പലപ്പോഴും നിങ്ങളുടെ രണ്ടുപേരുടെയും ഭാഗത്ത് നിന്നുള്ള തെറ്റല്ലായിരിക്കാം, മറ്റുള്ളവർ കാരണമായിരിക്കാം നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷെ എങ്കിൽ പോലും പലപ്പോഴും നിങ്ങൾക്ക് രണ്ടുപേർക്കും മനസമാധാനമായി മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് നേരത്തെ തന്നെ ഈ വ്യക്തി മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാനാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് പലതരത്തിലുള്ള നെഗറ്റീവ് എനർജികളും കാണാൻ സാധിക്കുന്നു. ഇവയെ എല്ലാം തന്നെ ഈ പ്രണയബന്ധത്തിൽ നിന്നും പുറംതള്ളിയതിനു ശേഷം നിങ്ങളെ ചേർത്ത് പിടിക്കാനാണ് ഈ വ്യക്തി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രണയബന്ധത്തിൽ ആർക്കേഞ്ചൽ ഗബ്രിയേൽ മാലാഖയുടെ സാന്നിധ്യമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ ഒരു മാലാഖ നിങ്ങൾക്കിടയിൽ മറഞ്ഞു കിടക്കുന്ന സത്യങ്ങളും കള്ളങ്ങളായ കാര്യങ്ങളും എന്തൊക്കെയാണോ അതെല്ലാം പുറത്തേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന മാലാഖയാണ്.
ഈ ഒരു മാലാഖയുടെ സാന്നിധ്യമാണ് നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള ഈ പ്രണയബന്ധത്തിൽ ഉടനീളമായി നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി ഇപ്പോൾ പലതരത്തിലുള്ള പ്രയത്നത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പല കാര്യങ്ങളും പുറത്തേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്, പല തിരിച്ചറിവുകളിലൂടെയും വരേണ്ടതായിട്ടുണ്ട്. ഈ വ്യക്തി ചിന്തിക്കുന്നത് ഇത്രയും മനോഹരമായിട്ടുള്ള നിങ്ങളെയും ഈ പ്രണയബന്ധത്തെയും ലഭിച്ചിട്ട് എന്തിനു മിണ്ടാതിരിക്കണം? ശത്രുക്കളുടെ കടന്നാക്രമണങ്ങളും പലതരത്തിലുള്ള നെഗറ്റീവ് ഊർജങ്ങളെയും പേടിച്ച് എന്തിന് നിശബ്ദമായിരിക്കണം? അതെല്ലാം സഹിച്ചുകൊണ്ടും സഹികെട്ട് ക്ഷമകെട്ട് എന്തുകൊണ്ട് നിൽക്കണം? ഇതാണ് ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ പൊരുതിക്കൊണ്ട് തന്നെ നേരിടാൻ ഈ വ്യക്തി തയ്യാറാവുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ നല്ല രീതിയിലുള്ള പ്രാർത്ഥനയിലൂടെയാണ് ഈ വ്യക്തിയും ഒരുപക്ഷെ നിങ്ങളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് നിസാരമായിട്ടുള്ള ഒരു പ്രാർത്ഥനയല്ല. ഈ നെഗറ്റീവ് എനർജികളെ എല്ലാം തന്നെ പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ടുള്ള ചില പ്രത്യേകതരം പ്രാർത്ഥനകൾ ചെയ്യുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രണയബന്ധം വിജയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി താൻ എന്തും ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള മനോഭാവത്തോടെയാണ് ഈ വ്യക്തി നിൽക്കുന്നത്. ഇപ്പോൾ ഈ വ്യക്തി ചുറ്റിനുമുള്ള ആൾക്കാരെ വേർതിരിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സൂക്ഷ്മമായി പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. തൻ്റെ അടുത്തേക്ക് വരുന്ന ഓരോ വ്യക്തികളും തനിക്ക് നല്ലതാണോ അല്ലെങ്കിൽ മോശമാണോ എന്നുള്ളതിനെ കുറിച്ച് ഈ വ്യക്തി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. അത് ഈ വ്യക്തിയെ ഒരുപാട് തിരിച്ചറിവുകളിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉറക്കമില്ലാത്ത രാത്രികളിലൂടെയാണ് ഈ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നെത്തിച്ചേരുക എന്ന് പറയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം തന്നെയാണ്. പക്ഷെ എങ്കിൽ പോലും നിങ്ങളുടെ കാര്യത്തിൽ പിന്നത്തേക്ക് വെക്കുന്ന ശീലം ഈ വ്യക്തിക്കില്ല. ക്ലിയർ ചെയ്യേണ്ട കാര്യങ്ങൾ, പരിഹരിക്കേണ്ട കാര്യങ്ങൾ അതാത് സമയത്ത് തന്നെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഈ വ്യക്തി ഇപ്പോൾ താല്പര്യപ്പെടുന്നത്. നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളും, അതായത് മറ്റുള്ളവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ശത്രുക്കളുടെ കടന്നാക്രമണം മൂലം നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളും അതുപോലെ വാക്ക് തർക്കങ്ങളും അകൽച്ചയും ഒക്കെ ഉണ്ടായപ്പോൾ തന്നെ ഈ വ്യക്തി അതൊന്നും കാര്യമാക്കിയിരുന്നില്ലായിരുന്നു. ഇതെല്ലാം മനസ്സിന്റെ തോന്നലായിരിക്കാം, അല്ലെങ്കിൽ യാന്ത്രികമായി സംഭവിക്കുന്നതായിരിക്കാം എന്നാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നവും നിങ്ങൾക്കിടയിൽ ഇല്ല എന്നും അനാവശ്യമായി പുറത്തു നിന്നും വരുന്ന പ്രശ്നങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പൊരുതി ജയിക്കുവാനാണ് ഈ വ്യക്തി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലെ മാറ്റം എന്ന് പറയുന്നത് അത്രയും തൃപ്തികരമായിട്ടുള്ള ഒരു മാറ്റം കൂടിയാണ്. നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പണ്ടത്തേതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനും വാക്ക് തർക്കത്തിന് നിൽക്കാനും താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പക്വതയോടുകൂടി കാര്യങ്ങളെ നോക്കിക്കൊണ്ട് വളരെ പക്വതയോട് കൂടിയുള്ള ചിന്താഗതികളിലേക്കും തീരുമാനങ്ങളിലേക്കും വരാനാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് കാണാനായി സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ വ്യക്തി ഇപ്പോൾ ശത്രുക്കളിലേക്ക് മാത്രമാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. ശത്രുക്കളെ വെറുതെ വിടാൻ ഈ വ്യക്തി ഉദ്ദേശിക്കുന്നില്ല. കുറെ മാസങ്ങളിലെയോ വർഷങ്ങളിലെയോ സമാധാനമാണ് ഇവർ കാരണം നിങ്ങൾക്ക് രണ്ടു പേർക്കും നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. അതിനെക്കുറിച്ച് ഈ വ്യക്തിക്ക് വ്യക്തമായ ധാരണയുള്ളത് കൊണ്ട് തന്നെ അതിനോട് എതിരായി പോരാടാൻ തന്നെയാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ വ്യക്തിയുടെ നിശബ്ദത, അതായത് നിങ്ങളുടെ നിശബ്ദത ഈ വ്യക്തിയെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ടാകാം. നിങ്ങൾ ഇപ്പോൾ ഒരുപക്ഷെ മിണ്ടാതിരിക്കുന്നുണ്ടാകാം. ഈ പ്രണയബന്ധത്തിലേക്ക് പഴയതുപോലെ വരാൻ താല്പര്യപ്പെടുന്നില്ലായിരിക്കാം. എന്തുകൊണ്ടോ നിങ്ങൾ പണ്ടത്തേതുപോലെ ഈ വ്യക്തിയിലേക്ക് വരുന്നില്ലായിരിക്കാം. അത് ഒരുപക്ഷെ നിങ്ങളുടെ ഭാഗം നോക്കുമ്പോൾ അത് സത്യമായിരിക്കാം, അല്ലെങ്കിൽ ശരിയായിരിക്കാം. പക്ഷെ ഈ വ്യക്തിക്ക് അത് വളരെയധികം അസ്വസ്ഥമായിട്ടാണ് തോന്നിക്കുന്നത്. കാരണം നിങ്ങളുടെ നിശബ്ദത ഈ വ്യക്തിക്ക് താങ്ങാനാകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. പക്ഷെ ചില നിശബ്ദകൾ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ നിശബ്ദമായി നിൽക്കുന്നത് അനിവാര്യം തന്നെയാണ്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.